നമസ്കാരം, മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി. തുറന്നു, വാ തുറന്നു. ഒടുവിൽ വായില്ല കുന്നിലപ്പൻ വാ തുറന്നിരിക്കുന്നു. അടിമകൾ സന്തോഷിച്ചാട്ടെ, ആഹ്ലാദിച്ചാട്ടെ. അയ്യേട്ടാ, ഈ ജപജപ പണയാനായിരുന്നു വാ തുറന്നത്. ഇതിലും ഭേദം വാ തുറക്കാതിരിക്കുന്നതായിരുന്നു. വെറുതെ വല്ല ബിൽഡപ്പ് വിട്ട് നിൽക്കുകയായിരുന്നു. നശിപ്പിച്ച് അത് നമുക്ക്. പക്ഷെ പൊട്ടക്കിണറ്റിലെ തവളകൾക്ക്, അതായത് അടിമകൾക്ക്, ഇത് ആറാട്ടാണ്, ആറാട്ട്. ആഭ്യന്തരം കത്തി നിൽക്കുമ്പോഴും ക്ലിഫ് ഹൗസിലെ പൂളിൽ തുള്ളിക്കളിച്ച മുതലാണിത്. ക്യാപ്സൂൾ ഇറക്കി ഇറക്കി അണികളുടെ ആപ്പീസ് പൂട്ടി. തിരുമനസ്സുകൊണ്ട് തിരുവാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് അണികൾ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ തുറന്നതാ. വാ തുറന്ന് 2 കീച്ച്. മതി, ഇത് മതി, ഇത്രയും മതി ഞങ്ങൾക്ക്. അണികൾക്ക് ഒരാഴ്ചത്തേക്ക് ഇറക്കാനുള്ള ക്യാപ്സൂളിന് വകയായടേ. അതേ സുഹൃത്തുക്കളെ, ഇതങ്ങനെ രായാവ് വാ തുറന്നു. പിന്നെ ഒരൊറ്റ കീച്ച. ആരാണ് ഈ RSS? ഏതാണ് ഈ RSS? എനക്കറിയാൻ പാടില്ലപ്പ. അങ്ങനെ RSSനെ പ്രീണിപ്പിക്കേണ്ട ഗതികേടൊന്നും AKG ഇല്ലത്തിന് വന്നിട്ടില്ല. RSSനെ കുറിച്ച് എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. എന്റെ മട്ടുവാറും പറഞ്ഞേക്കാം. RSS ഏറ്റവും അധികം കൊലപ്പെടുത്തിയത് CPM-കാരെയാ. അതൊന്നും ഞാൻ മറക്കുകയില്ല. അവരുമായി ബന്ധമോ? നാണമുണ്ടോ മാധ്യമങ്ങളെ നിങ്ങൾക്കിത് പറയാൻ? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രക്കാർ എന്നോട് ചോദിക്കുന്നു, RSSുമായി എനിക്ക് എന്താണ് ബന്ധമെന്ന്. എന്റെ ബന്ധം അവർക്ക് അവിഹിത ബന്ധമെന്ന്. എനിക്കറിയില്ല, എനിക്കെന്ത് ബന്ധം? നിങ്ങളുടെ സുധാകർജിക്കാണ് അവരുമായി ബന്ധം. അങ്ങേരാണല്ലോ RSS ശാഖയ്ക്ക് കാവൽ നിന്നെന്ന് വിളിച്ച് കൂവിയത്. വർഗീസ് മാപ്പിളയുടെ പത്രക്കാർ അത് അങ്ങോട്ട് വാർത്തയാക്ക്. എന്തേ പറ്റൂലേ? RSSനെ കണ്ടാലേ എനിക്ക് ഉറപ്പാണ്. വർഗീയ കക്ഷികളോട് വിട്ടുവീഴ്ചയില്ല. ജയ് സംഘശക്തി. സോറി, മാറിപ്പോയി. ലാൽസലാം സഖാക്കളെ, ലാൽസലാം. ഇതന്നെ നമ്മളും പറഞ്ഞുള്ളൂ മുഖ്യ. ഇടയ്ക്കിടെ സഖാക്കൾ ലാൽസലാം മറക്കുന്നു. ധ്വജപ്രണാമമൊക്കെ കേറി വരുന്നുണ്ട്. ബൈദുബായ് മുഖ്യ, BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതാരാ? ഈ പിറ്റിറ്റപ്പൻ. പോയത് കപ്പിത്താന് വേണ്ടിയാണെന്ന് കരക്കമ്പി. RSS നേതാക്കളെ പലതവണ പോയി കണ്ടതാരാ? മുഖ്യന്റെ ശിങ്കിടി അജിത് കുമാർ. RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് കീച്ചീതാരാ? സംസീർക്ക, ഇങ്ങടാള്. ലാവലിൻ മാറ്റി വെപ്പിക്കാൻ താടിജിയുടെ കാല് പിടിക്കുന്നതാരാ? കപ്പിത്താൻ. എന്നിട്ട് ആർക്കാടെ ഇവിടെ സംഘപരിവാറുമായി ബന്ധമെന്ന്? മുഖ്യന്റെ മുണ്ടിനടിയിൽ ഇപ്പോൾ കാക്കി നിക്കറാണെന്നൊരു കരക്കമ്പി വന്നിട്ടുണ്ട്. നാട്ടാരി പൊക്കി നോക്കും, ഞാൻ പറഞ്ഞേക്കാം. ഇതിവിടെ പറ്റില്ല. അതവിടെ നിക്കട്ടെ, കത്തിക്കേറിയത് എങ്ങോട്ട് പോണിത്? RSSനെ എനിക്കിഷ്ടല്ല എന്നൊക്കെ തള്ളി. ഓക്കെ, നമ്മൾ സമ്മതിച്ച്. പക്ഷെ ADGP RSS നേതാക്കളെ കാണാൻ പോയത് എന്തിനാണ്? ആഭ്യന്തരമന്ത്രി എന്തേ അതിൽ 2 കീച്ച് കീച്ചുന്നില്ല? എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കാണല്ലോ RSSുമായി ബന്ധവും RSSുമായി സ്നേഹവും ഒക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ ആഭ്യന്തരമന്ത്രിക്ക് പൊള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയുന്നു. പറ മനസ്സാ. അതിന് മാത്രം ഉത്തരവില്ല. എന്നിട്ടാണ് തള്ളിക്കൊണ്ട് വരുന്നത്. എന്നാലും സന്തോഷായി മുഖ്യ, സന്തോഷായി. വാ തുറന്നല്ലോ, വായിൽ ബണ്ണല്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചല്ലോ, സന്തോഷായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമായതിന്റെ അന്ന് വായടച്ചതാ. കപ്പിത്താന്റെ വായിൽ നിന്നുള്ള ധാർഷ്ട്യത്തിന്റെ അനർഗള നിർഗള പ്രവാഹം കേൾക്കാതെ ഉറക്കമില്ലാത്ത അവസ്ഥയിലാ ഞങ്ങൾ. അതാ മുഖ്യന് മുണ്ടാട്ടം മുട്ടിയെന്നാണ് ബ്ലഡി ഗ്രാമവാസീസ് തള്ളിയത്. എന്തിന് കമലയടത്തി വരെ പേടിച്ചില്ലേ? ശരിക്കും ഈ മനുഷ്യൻ ഇനി ഊമയായോന്ന്? ക്ലിഫ് ഹൗസിൽ അലമുറയിട്ട് കരയുകയായിരുന്നു കമലയടത്തി, അലമുറയിട്ട്. കമലയടത്തി നേർച്ചയും വഴിപാടും നടത്തിയിട്ടാ മുഖ്യന്റെ വായൊന്ന് തുറപ്പിച്ചത്. മാധ്യമങ്ങളെ, നിങ്ങൾ ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങൾ ചോദിച്ച് പൊന്നുമുത്തിനെ വിഷമിപ്പിക്കല്ലേ. അണ്ണാക്കിലെ പിരിവെട്ടിക്കുന്ന ചോദ്യങ്ങൾ വേണ്ട. കപ്പിത്താൻ ഒന്നുമില്ലേലും ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന ആളല്ലേടെ. ആ ബഹുമാനം കാണിക്കടേ നീയൊക്കെ. ഇല്ല മുഖ്യ, നമ്മൾ ഇനി വിഷമിപ്പിക്കൂല. ചക്കരമുത്ത് ക്ലിഫ് ഹൗസിൽ ചെന്നിരുന്ന് പാപ്പം തിന്നിട്ട് കിടന്നുറങ്ങ് കേട്ടോ. ആർക്കാണ് ഇവിടെ RSSുമായി ബന്ധമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ കാണാം.